പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൂടി വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കഴിയുന്ന എല്ലാ ദൈവമക്കളും ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മനസ്സ് കാണിച്ചാട്ടെ. കഴിയുന്ന എല്ലാവരും ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുത്താട്ടെ. കഴിയുന്ന എല്ലാവരും ഈ വീഡിയോ ലിങ്ക് സ്റ്റാറ്റസായി ഇട്ടാട്ടെ. ഞാൻ പതിവായി പറയുന്നത് പോലെ ഈ ശുശ്രൂഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നത് നിങ്ങൾ ചെയ്താട്ടെ. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ ചെയ്യും. ഒരു വ്യക്തിയെങ്കിലും ഈ സന്ദേശം പുതിയതായി കണ്ടാൽ ഞാൻ അത്രയും സന്തോഷവാനാണ്. കർത്താവ് അത് ചെയ്യുന്നുണ്ട്. ദൈവം ഇനിയും അതിലൊരു വിശാലത വരുത്തട്ടെ. അവകാശത്തിലേക്ക് ഒരു വ്യക്തി കടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അവകാശങ്ങൾക്ക് പാത്രമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തിൻ്റെ ആരോ ആണ് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ്. ഞാൻ ദൈവത്തിൻ്റെ ആരോ ആണ് എന്ന ഒരു ബോധ്യം എനിക്കുള്ളപ്പോഴാണ് എനിക്ക് അറ്റ്ലീസ്റ്റ് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ തോന്നണമെങ്കിൽ, ഒന്ന്, നിങ്ങൾ എന്നെ അറിയണം. രണ്ട്, ഞാൻ ഏത് ഫീൽഡിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. മൂന്ന്, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്നാൽ നല്ലതാണ്, അത് ഞാൻ നിങ്ങളുടെ ആരോ ആണ്, അറ്റ്ലീസ്റ്റ് ഒരു പാസ്റ്ററെങ്കിലും ആണ് എന്ന ഒരു തോന്നൽ മാത്രമേ നിങ്ങളെ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുവരത്തുള്ളൂ. ഒരിക്കലും നിങ്ങൾ പണിയുന്നൊരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുവരത്തില്ല. കാരണം ഞാൻ ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളല്ല. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് ആ പ്ലാൻ വരച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിൽ നിൽക്കുന്ന ഒരു എൻജിനീയറുടെ അടുത്തേ നിങ്ങൾ പോകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ സ്പിരിച്വൽ മീറ്റിങ്ങിൽ ഞാനും നിങ്ങളുമൊക്കെ ഏതിൻ്റെ കീഴിലാണ് നിൽക്കുന്നത് എന്ന ഒരു ബോധ്യം ഉണ്ടെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ തോന്നിയത്, ഞാൻ ഏത് ഫീൽഡിൽ നിൽക്കുന്നു, ഞാൻ എന്താണ്, എൻ്റെ അടുത്ത് വന്നാൽ കൊള്ളാം എന്ന് ഞാൻ നിങ്ങളുടെ ആരോ ആണ് എന്ന ഒരു തോന്നലും ബോധ്യവും നിങ്ങൾക്ക് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ തോന്നിയതുപോലെ ഒരു വ്യക്തിക്ക് ദൈവത്തിങ്കിലേക്കും ദൈവ അനുഭവങ്ങളിലേക്കും അവകാശങ്ങളിലേക്കും കടക്കണമെങ്കിൽ, കടന്നു കയറണമെങ്കിൽ, ഒന്ന്, ദൈവം ആര് എന്ന് നമ്മൾ അറിയണം. രണ്ട്, ദൈവത്തിൻ്റെ പ്രൊവിഷൻ എന്താണ് എന്ന് നമ്മൾ അറിയണം. മൂന്ന്, ഞാൻ ദൈവത്തിൻ്റെ ആരാണ് എന്ന് ഞാൻ അറിയണം. ദൈവം ആരെന്നറിയണം, ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണം. മൂന്ന്, ഞാൻ ദൈവത്തിൻ്റെ ആരാണ് എന്നറിയണം. ഈ അറിവുള്ളൊരു വ്യക്തി അവകാശിയായി തീരും. അറിവുള്ളൊരു വ്യക്തി അവകാശമായി തീരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് നിങ്ങൾക്കൊരു വിടുതൽ തന്നു. ഞാൻ നിങ്ങളോട് പറയത്തില്ല, ഞാനാ നിനക്ക് വിടുതൽ തന്നേന്ന് പറയത്തില്ല, ദൈവമാ നിങ്ങൾക്ക് വിടുതൽ തന്നെ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വിടുതൽ നിങ്ങളുടെ അവകാശമായി മാറി. മനസ്സിലായോ? വിടുതൽ നിങ്ങളുടെ അവകാശമായി മാറി. ഈ അവകാശത്തിലേക്ക് ഒരു വ്യക്തി വരണമെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ദൈവം ആരെന്ന് നമ്മൾ അറിയണം. രണ്ട്, ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണം. മൂന്ന്, ഞാൻ ദൈവത്തിൻ്റെ ആരാണെന്നറിയണം. ഗലാത്യർക്ക് പൗലോസ്ലീഹ ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസന്മാരെക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. താഴേക്ക് വായിക്കാം വീണ്ടും. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദിപാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി
നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. വീണ്ടും വായിക്കാം. നിങ്ങൾ മക്കളാകൊണ്ട്, ഒന്ന് പറഞ്ഞേ, ഞാൻ മകനാകൊണ്ട് അല്ലെങ്കിൽ മകളാകൊണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റൂ, ഞാൻ ദൈവത്തിൻ്റെ മകനാകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകളാകൊണ്ട്. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ, ഞാൻ ദൈവത്തിൻ്റെ മകനാകൊണ്ട്, ഞാൻ ദൈവത്തിൻ്റെ മകളാകൊണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ മകനാകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ മകളാകൊണ്ട്, നിങ്ങൾ മക്കളാകുക കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. സ്വപുത്രൻ്റെ ആത്മാവ്, സ്വപുത്രൻ്റെ ആത്മാവ്. ഒന്ന് കർത്താവിൻ്റെ ആമേൻ, ഒന്ന് കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, സ്വപുത്രൻ്റെ ആത്മാവ്. ഒന്ന് പറഞ്ഞേ, സ്വപുത്രൻ്റെ ആത്മാവ്, സ്വപുത്രൻ്റെ ആത്മാവ്. ഈ മീറ്റിങ്ങിൽ നിങ്ങളിത് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ അകത്തിരിക്കുന്ന സ്പിരിറ്റ് ഏതാന്നുള്ളതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വപുത്രൻ്റെ ആത്മാവ്. ഇത് ഞാൻ പറയാൻ പറഞ്ഞ എന്തിനാണെന്നറിയാവോ? ഇന്ന് ഈ മീറ്റിങ്ങിൽ രോഗിയായിട്ടിരിക്കുന്നവരുണ്ടാകും, ശാരീരികമായിട്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്ന് ചിന്തിച്ചിരിക്കുന്നവരുണ്ടാകും, എന്താ എൻ്റെ ശരീരത്തിന് പറ്റിയത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും, ഒരു കെട്ടപ്പെട്ട അവസ്ഥ പോലെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും, മനസ്സിനൊരു സുഖമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും, നാളെ എന്താകും എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും, ഇങ്ങനെ പോയാൽ എങ്ങനെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. അവരെല്ലാവരും ഈ വാക്കൊന്നുകൂടെ പറഞ്ഞ് എന്നിട്ട് ഞാൻ കാര്യം പറയാം. ഒന്ന് പറഞ്ഞേ, സ്വപുത്രൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലിരിക്കുന്നു. അല്ലെ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞ്, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്. അയ്യോ, നിങ്ങൾ പറഞ്ഞില്ല. സ്വപുത്രന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലിരിക്കുന്നു. പറഞ്ഞേ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ്. അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞാൽ ഇതാരാണോ എൻ്റെ ശരീരത്തിന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല എന്ന്, മനസ്സിന് എന്താ പറ്റിയെന്ന് അറിയത്തില്ല എന്ന്, എന്താ ഈ കെട്ടപ്പെട്ട അവസ്ഥയെന്ന് അറിയത്തില്ല എന്ന്, എന്താ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തതെന്ന് അറിയത്തില്ല എന്ന്, എന്തുകൊണ്ടാണ് എനിക്ക് ആത്മീയമായ ഒരു പുരോഗതി ഇല്ലാത്തതെന്ന് അറിയത്തില്ല എന്ന് പറയുന്നതിൻ്റെ സകല കാര്യകാരണത്തെയും വേരറ്റ് കളയുമാറാക്കുന്ന, എല്ലാം ഉപരിതലത്തിലല്ല അകത്ത ആന്തരികമായി തന്നെ ഉള്ള പ്രശ്നങ്ങൾ മുതൽ ഉപരിതലം വരെ, ബാഹ്യമായിട്ടുള്ള പ്രശ്നം വരെ, അതിൻ്റെ പിന്നിൽ കിടക്കുന്ന കാരണത്തെ വേരോടെ പിഴുത് പുറത്തേക്ക് തള്ളുവാൻ കഴിയുന്ന ആത്മാവിരിക്കുന്നത് നാവിലല്ല, ശബ്ദത്തിലല്ല, അത് പ്രാണനിൽ മാത്രമല്ല, അതൊരു മനുഷ്യന്റെ ആത്മാവിലത്രേ ഇരിക്കുന്നത്. ഈ ആത്മാവിനെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്. ഈ സ്വപുത്രന്റെ ആത്മാവിനെ അത്രേ ദൈവം നിങ്ങളുടെ ഉള്ളിലാക്കിയത്. സ്വപുത്രന്റെ ആത്മാവിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഡെലിവറൻസ് അവന്റെ അവകാശമാണ്. സ്വപുത്രന്റെ ആത്മാവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് വിടുതൽ അവന്റെ അവകാശമാണ്. സ്വപുത്രന്റെ ആത്മാവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് ബ്ലെസ്സിങ്സ് അവന്റെ അവകാശമാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു മനുഷ്യൻ അവന്റെ ശൈശവ അവസ്ഥയിൽ നിന്ന് അവന്റെ മുതിർന്ന അനുഭവത്തിലേക്ക് കയറി വരേണ്ടത് ആവശ്യമാണ്. 1-ാമത്തെ വാക്യത്തിലേക്ക് പോകുന്നു. അവകാശി, അതാ വാക്ക്. ഞാനിത് ആത്മാവിൽ ഈ വാക്ക് പിടിക്കുക കേട്ടോ, നിങ്ങൾക്കും പിടിക്കാം. ആത്മാവിൽ ഈ വാക്ക് പിടിക്കാം. ഞാൻ ആരല്ല? ദാസനല്ല, ഞാൻ അവകാശി. ഞാൻ എന്ത് കാടടച്ച് വെടിവെക്കുകയാണോ, കണ്ണടച്ച് കല്ലെറിയുവാണോ? അല്ല. ബൈബിൾ പറയുന്നു, മിസ്റ്റർ ദീപു, നിങ്ങൾ അവകാശിയാണ്. ബൈബിൾ പറയും, നിങ്ങളുടെ പേര് പറഞ്ഞേ, അതിലേക്ക് വിരൽ വെച്ചിട്ട് പറഞ്ഞേ, ഞാൻ അവകാശിയാണ്. ബൈബിളുള്ളവരെല്ലാവരും ഒന്ന് എടുത്ത്, ഇതാ ഞാൻ ബൈബിൾ എടുക്കണമെന്ന് പറയുന്നത്. ബൈബിളുള്ള എല്ലാവരും ഒന്ന് എടുത്തേ. ഇതൊരു പ്രൊഫറ്റിക് ആക്ഷൻ ആണ്. എനിക്കറിയാം ഈ മീറ്റിംഗിന്റെ തലം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു പ്രൊഫറ്റിക് ആക്ഷൻ ആണ്. ഞാൻ ആരാണ്? ഇവിടെ 2 വാക്കുണ്ട്, ദാസനും ഉണ്ട്, അവകാശിയും ഉണ്ട്. അവകാശിയുടെ പുറത്തോട്ട് വിരളൊന്ന് വെച്ചേച്ച് പറഞ്ഞേ, ഞാൻ അവകാശിയാണ്. ആമേൻ. ഞാൻ അവകാശിയാണ്. അപ്പൊ അവിടെ എഴുതി വെച്ചേക്കുന്നു, അവകാശി സർവത്തിനും യജമാനൻ എങ്കിലും. അവകാശിക്ക് എപ്പോഴും ഒരു യജമാന സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. അവകാശിക്ക് എപ്പോഴും ഒരു യജമാന സ്ഥാനമുണ്ട്. പക്ഷെ പലരും അവകാശിയാണെങ്കിലും ദാസ്യത്വത്തിന്റെ അനുഭവത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന മോഡിൽ തന്നെ പറയാം. ഞാൻ ഭൗതിക കാര്യങ്ങളിലേക്കും നീങ്ങുന്നതിന് മുന്നേ ഞാൻ ആത്മീയ കാര്യത്തിൽ വരട്ടെ. ആദ്യം ഒരു വ്യക്തി യജമാന സ്ഥാനത്ത് എത്തേണ്ടത് ഭൗതിക അനുഗ്രഹത്തിന്മേലല്ല,
ആദ്യം ഒരു വ്യക്തി യജമാന സ്ഥാനത്തേക്ക് എത്തേണ്ടത് ആത്മീയ മേഖലയിലാണ്. എക്സാം എഴുതാൻ ഒരു വ്യക്തി തയ്യാറായാൽ പേപ്പർ നോക്കാൻ ടീച്ചറിന്റെ പുറകെ ഒരു വ്യക്തി നടക്കേണ്ട, വാല്യുവേറ്റ് ചെയ്ത് നമുക്ക് അവർ തന്നോളും. ഞാൻ ചെയ്യേണ്ട പാർട്ടിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ റിസൾട്ടിന് വേണ്ടി ഞാൻ ഓടി നടക്കേണ്ട, റിസൾട്ട് എൻ്റെ അടുത്ത് വന്നോളും. ഭൗതികമാകുന്ന അനുഗ്രഹങ്ങൾ, അത് ഏതു വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണെങ്കിലും, അതൊരു വിടുതൽ, അതൊരു ഹീലിംഗ് ആണെങ്കിലും, ഡെലിവറൻസ് ആണെങ്കിലും, അതൊരു ബ്രേക്ക് ത്രൂ ആണെങ്കിലും, അതൊരു ഷിഫ്റ്റ് ആണെങ്കിലും, എല്ലാം അതെൻ്റെ അടുത്തേക്ക് വന്നോളും. എൻ്റെ പാർട്ട് ഞാൻ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ എന്നെ തേടി വരേണ്ട അനുഗ്രഹങ്ങളും നന്മകളും അംഗീകാരങ്ങളും എന്നെ തേടി വന്നോളും. ഹല്ലേലൂയ. എൻ്റെ പാർട്ട് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുമ്പോൾ, ഞാൻ ഇവിടെ കുറെ സെറ്റിങ്സ് വളരെ കൃത്യമായിട്ട് ചെയ്തത് കൊണ്ടാണ് കറക്റ്റ് ഈ മീറ്റിങ്ങിന്റെ ലിങ്ക് നിങ്ങളുടെ ഫോണിൽ എത്തിയത്. കാരണം എനിക്ക് ചെയ്യാൻ കുറച്ച് സെറ്റിങ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. ഇവിടെയാണ് എൻ്റെ പണി ഇവിടെയാണ്. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് എൻ്റെ പണി. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കൊടുക്കേണ്ട ഓപ്ഷൻസും സെറ്റിങ്സും എല്ലാം കൃത്യമായിട്ട് കൊടുത്തത് കൊണ്ടാണ് ഇവിടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ആ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വന്നത്. നിങ്ങൾ ആരും നോട്ടിഫിക്കേഷൻ എന്തിയെ തിരഞ്ഞു നടന്നില്ല. അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഫോണിൽ കിട്ടിയത്. അതേ തൊട്ടപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഈ മീറ്റിങ്ങിൽ കയറിയത്. ഇന്ന് നിങ്ങൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദീപു പാസ്റ്റർ ഒരു മെസ്സേജ് പറയൂ എന്ന് പറയുന്നത് കൊണ്ടല്ല, ഓൾറെഡി അത് ലൈവ് ആയതുകൊണ്ടാണ്. പലരുടെയും ബ്ലെസ്സിങ്സും പലരുടെയും ദൈവിക കൃപകളും പലരുടെയും അവകാശങ്ങളും ലൈവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റിങ്സ് മാറി കിടക്കുന്നത് കൊണ്ട് ആ പുത്രത്വത്തിലേക്ക് കയറാൻ പറ്റാതെ, ആ ദൈവിക അനുഭവത്തിലേക്ക് കയറാൻ പറ്റാതെ, ആ യജമാന സ്ഥാനത്തേക്ക് കയറാൻ പറ്റാതെ, ആ ഒരു അവകാശ സ്ഥാനം അനുഭവിക്കാൻ കഴിയാതെ ആരുടെയൊക്കെയോ കീഴിൽ ദാസന്മാരായി ഇന്നും യാചിക്കുന്നവരും കേഴുന്നവരും സാത്താനോട് പ്ലീസ് എന്നെ വിട്ടൊന്ന് പോകൂ എന്ന് പറയുന്ന ഒരു ദാസ്യത്വ അനുഭവത്തിൽ തുടരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്സ്, നമ്മുടെ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്സ് നമ്മളൊന്ന് റിവ്യൂവിന് വിധേയപ്പെടുത്തുന്നത് നല്ലതാണ്. In the mighty name of Jesus. കാരണം ബൈബിൾ പറയുന്നു, ആ സ്പിരിറ്റ് എൻ്റെ അകത്തിരിക്കുന്നു, ജയിച്ചവന്റെ ആത്മാവ് എൻ്റെ അകത്തിരിക്കുന്നു, പുത്രത്വത്തിന്റെ ആത്മാവ് എൻ്റെ അകത്തിരിക്കുന്നു, എന്നെ ഇത് നിന്റേതാണ്, ഇത് നിന്റെ അവകാശമാണ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവന്റെ ആത്മാവ് എൻ്റെ അകത്തിരുന്ന് ഞരങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അവകാശം ഇന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആരാണ് അവകാശികൾ? വിശ്വസിക്കുന്നവരാണ് അവകാശികൾ. യേശു ആരോടാ പറഞ്ഞത്? വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്നാ പറഞ്ഞേ, അല്ലേ? അവർ എൻ്റെ നാമത്തിൽ, വാക്ക് കേട്ടായിരുന്നോ? ശിഷ്യന്മാരായിട്ട് കാര്യമില്ല, അവർ എൻ്റെ നാമത്തിൽ. ഇന്ന് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കൊരു രോഗിയെ സൗഖ്യമാക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു ഭൂതത്തെ പുറത്താക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിന് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാ ത്രെറ്റനിങ്ങിനെയും നിങ്ങൾക്ക് തകർത്ത് ജയിക്കുവാൻ കഴിയും. നിങ്ങളെ ടോർമെന്റ് ചെയ്യുന്ന എല്ലാ ഇൻഫ്ലുവൻസിനെയും നിങ്ങൾക്ക് പുറത്താക്കുവാൻ കഴിയും. ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് അത് കഴിയും. ആരാണ് വിശ്വസിക്കുന്നവർ? യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ തൻ്റെ അന്തരാത്മാവിൽ വസിക്കാൻ അനുവദിക്കുന്നവനാണ് ഒരു വിശ്വാസി. ആ ക്രിസ്തുവിലും അവന്റെ രക്ഷയിലും അവന്റെ വീണ്ടെടുപ്പിലും വിശ്വസിക്കുന്നവനാണ് വിശ്വാസി. ആ വിശ്വാസി വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുക കേട്ടോ, ഇന്ന് അടയാളങ്ങൾ നടക്കുമെന്ന് ദൈവാത്മാവ് നിങ്ങളെ നോക്കി പറയുക. അടയാളങ്ങൾ നടക്കും. വായി ഞാൻ വിരൽ വെക്കുന്നു, കാരണം ഞാൻ അവകാശിയാണ്. അവകാശിയുടെ അവകാശമാണ് അടയാളങ്ങൾ. ഒന്ന് ടൈപ്പ് ചെയ്തേ. ഓ കമാൺ, ഈ വേർഡിന് ഭയങ്കര ജീവനുണ്ട്. അവകാശിയുടെ അവകാശമാണ് അടയാളങ്ങൾ. അവകാശിയുടെ അടയാളമാണ് അവകാശങ്ങൾ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിന്റെ മുന്നിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നൊരു മനുഷ്യൻ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്നൊരു മനുഷ്യൻ, അവൻ ഇപ്പൊ എവിടെയാ? ശരിക്കും അവൻ പുത്രത്വത്തിന്റെ ആത്മാവിൽ ഇരിക്കേണ്ടവന്, പക്ഷെ അവൻ ദാസ്യത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുക. ഏത് ദാസ്യത്വത്തിനാണ്? രോഗത്തിന്റെ ദാസ്യത്വത്തിന്, സ്വാതന്ത്ര്യമില്ലായ്മയുടെ ദാസ്യത്വത്തിന്. ആമേൻ, ആമേൻ. എല്ലാ അളവിലും അവൻ ദാസ്യത്വത്തിൽ
അവൻ കീഴ്പ്പെട്ടിരിക്കുകയാണ്. പക്ഷെ അകത്ത് പുത്രത്വത്തിന്റെ ആത്മാവുള്ള പത്രോസും യോഹന്നാനും വന്നിട്ട് അവനെ ഉറ്റുനോക്കിയെന്നാ പറയുന്നേ. ഉറ്റുനോക്കി. ഞാൻ നിങ്ങളെ നോക്കുന്ന പോലെ അല്ല ഉറ്റുനോക്കുക എന്ന് പറഞ്ഞാൽ. ഉറ്റുനോക്കുക എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ട് നോക്കുക. എവിടുന്നാ നോക്കുന്നത്? ഈ ഫ്രെയിമിനകത്തിരിക്കുന്ന കണ്ണുകൊണ്ടല്ല, ഇൻസൈറ്റ് അകത്തുകൊണ്ട്, അകത്തെ കണ്ണുകൊണ്ടാണ് ഉറ്റുനോക്കിയത്. കാര്യം എന്താ? അവർക്കൊന്ന് അവൻ്റെ ബോഡിയിൽ ഇപ്പോൾ ലൈവ് ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എന്താണെന്നൊന്ന് അനലൈസ് ചെയ്യണമായിരുന്നു. സുഹൃത്തെ, ഞാൻ എവിടെയായി പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒന്ന് കണക്ട് ആയിക്കോ കേട്ടോ ഈ ദൈവ സാന്നിധ്യത്തിനകത്ത്. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഏത് പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിങ്ങിലാണ് നിങ്ങൾ ഇന്ന് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ഇന്നൊന്ന് സ്റ്റഡി ചെയ്യാൻ തയ്യാറാവണം. എല്ലാ കാര്യങ്ങളും നോർമൽ അല്ല. എല്ലാ പ്രശ്നങ്ങളും നോർമൽ അല്ല. ചിലതൊക്കെ അബ്നോർമലായിട്ട് നമ്മുടെ അനുവാദമില്ലാതെ പ്രോഗ്രാം ചെയ്ത് വിടുന്ന ചില സംഗതിയും ഒരു വേൾഡ് നമ്മൾ താമസിക്കുന്ന ഈ സൊസൈറ്റിയിലുണ്ട്. അതിനെ അൺസീൻ വേൾഡ് എന്ന് പറയും. അൺസീൻ വേൾഡ്. അൺസീൻ വേൾഡിൽ നിന്ന് ഒരു പ്രോഗ്രാം ഒരാത്മ മനുഷ്യന്റെ ലൈഫിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ അവന്റെ പ്രോഗ്രാം മൊത്തം സിസ്റ്റം എററായി പോകും. നിങ്ങൾ എററാക്കിയതല്ല, പക്ഷേ നിങ്ങൾ കൊണ്ടുവന്ന സിസ്റ്റം മുഴുവൻ ഇപ്പൊ എററാണ്. നിങ്ങൾ തകർത്തതല്ല, പക്ഷെ നിങ്ങളുടെ സ്വപ്നങ്ങൾ മുഴുവനും ഏതാണ്ട് തകർന്ന മട്ടിലാണ്. നിങ്ങൾ ശ്രമിക്കാഞ്ഞിട്ടല്ല, പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒരു പരാജയത്തിന്റെ അനുഭവത്തിലാണ്. നിങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങൾക്ക് കേറാൻ മേലാത്ത നിലയിൽ നിങ്ങൾ ആഴത്തിൽ താണുപോയ ഒരു വ്യക്തിയാണ്. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, ശാപത്തിന്റെ കീഴിൽ കിടന്ന മനുഷ്യനെ, തകർച്ചയുടെ കീഴിൽ കിടന്ന മനുഷ്യനെ, അന്ധതയുടെ കീഴിൽ കിടന്ന മനുഷ്യനെ സ്വപുത്രത്വത്തിന്റെ ആത്മാവിലേക്ക് വീണ്ടും ജനിപ്പിക്കാൻ സ്വർഗം ഒരു പുതിയ പ്രോഗ്രാം പ്ലാൻ ചെയ്തു. സ്വർഗം ഒരു പുതിയ പ്രോഗ്രാം പ്ലാൻ ചെയ്തു. ആ പ്രോഗ്രാമിലൂടെയാണ് നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് അശ്വപുത്രന്റെ ആത്മാവിലേക്ക് ഒരു കറക്റ്റ് പ്രോഗ്രാമിലേക്ക് എത്തി നിൽക്കുന്നത്. നമ്മുടെ സിസ്റ്റം എററായിരുന്നു സുഹൃത്തെ. ഇതിനു മുന്നേ നമ്മുടെ തോട്ട് സിസ്റ്റം എല്ലാം ഫെയിലിയർ ആയി കിടക്കുമായിരുന്നു സുഹൃത്തെ. പക്ഷെ ഒരു സ്വർഗീയ പ്രോഗ്രാമിങ്ങിന് ഞാനും നിങ്ങളും വിധേയപ്പെട്ടത് കൊണ്ട്, ഒരു ഹെവൻലി കോൺഫിഗറേഷന് ഞാനും നിങ്ങളും വിധേയപ്പെട്ടത് കൊണ്ട് ഇന്ന് ജീവിക്കുന്നത് ക്രിസ്തുവിലത്രേ. ഹല്ലേലൂയ. ഇന്ന് ദൈവാത്മാവ് പറയുന്നു, അവിടെ എററായി കിടക്കുന്ന സിസ്റ്റം ഒക്കെ ഇന്ന് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നിങ്ങളുടെ ഡ്രീമൊക്കെ, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യേശുവിന്റെ നാമത്തിൽ ഭയങ്കര ബ്ലെസ്സഡ് ആയിട്ട് പൂവണിയാൻ പോകുകയാണ്. നമ്മൾ എററായി കിടന്നവരാണ്. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, മാനവരാശി തന്നെ ശാപത്തിന്റെ കീഴിലായിരുന്നില്ല. പിന്നെ വേറൊരു വാക്കിന്റെ ആവശ്യമില്ലല്ലോ. മാനവരാശി തന്നെ ശാപത്തിന്റെ കീഴിലായിരുന്നു. സാത്താൻ കൈകൊട്ടി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഇടുത്തി പോലെ സ്വർഗത്തിൽ നിന്നൊരു പുതിയ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തു. ഇന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും, കുടുംബങ്ങളെ നോക്കി, സഭകളെ നോക്കി, ആത്മ മനുഷ്യന്മാരെ നോക്കി, അഭിഷിക്തന്മാരെ നോക്കി, അഭിഷിക്തയെ നോക്കി, വാഗ്ദത്തമുള്ളവനെ നോക്കി, മുന്നേറാൻ മനസ്സുള്ളവനെ നോക്കി, ദർശനമുള്ളവനെ നോക്കി, സാത്താനിക മണ്ഡലങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന അവന്റെ അജണ്ടയും അവന്റെ പ്ലാനിംഗ് പ്രോഗ്രാമും എല്ലാം തകർത്തുകൊണ്ട് ഇടുത്തി പോലെ സ്വർഗത്തിൽ നിന്നൊരു പുതിയ പ്രോഗ്രാം ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു പ്രോഗ്രാം വെളിപ്പെട്ടാൽ അവന്റെ ജീവിതത്തിൽ നിന്ന് ദാസ്യത്വത്തിന്റെ ബന്ധനം അഴിയും. അവന്റെ ജീവിതത്തിൽ ഫറവോന്റെ കീഴിൽ കിടന്ന, ഫറവോന്റെ ദാസന്മാരായി കിടന്ന ഫറവോനെ മിണ്ടി പോകരുത്, ശബ്ദിച്ചു പോകരുത്, പ്രാർത്ഥിച്ചു പോകരുത്. എവിടെ പോകുക? പോയി കട്ടയെടുക്ക്, കല്ലെടുക്ക്, പോയി കിളയ്ക്ക്, പോയി അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ ദാസ്യത്വത്തിന്റെ ആത്മാവ്, ബന്ധിക്കപ്പെട്ട ആത്മാവ്. കമോൺ, ആ ദാസ്യത്വത്തിന്റെ ആത്മാവിൽ കിടന്ന ജനത്തിന്റെ നിലവിളി യഹോവ കേട്ടു. എന്റെ ജനത്തിന്റെ കണ്ണ് നിറഞ്ഞാൻ കണ്ടു. ആത്മാവ് പറയുന്നു, ഇതിനകത്ത് ചില ജനത്തിന്റെ നിങ്ങളെ കൊണ്ട് കഴിയുന്നതിനേക്കാൾ അപ്പുറമാകുന്ന ശബ്ദത്തിലുള്ള നിലവിളി, നിങ്ങൾ ചങ്ക് പൊട്ടി കരയുന്ന നിലവിളി സ്വർഗം കേട്ടു. നിങ്ങൾ കരയുന്ന കണ്ണുനീർ ദൈവം കണ്ടു. എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം അവന്റെ കാത് മന്ദമായിട്ടില്ല, കാണാതിരിപ്പാൻ തക്കവണ്ണം അവന്റെ കണ്ണ് കുരുടായിട്ടില്ല.
ഒഴിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകി പോയിട്ടില്ല. എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടു. എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. അതുകൊണ്ട് മോശേ നീ ഒന്ന് എഴുന്നേറ്റ് ചെന്നേ, നീ ഒന്ന് എഴുന്നേറ്റ് എന്റെ ജനത്തെ രക്ഷിപ്പാൻ നീ ഫറവോനോട് സംസാരിക്കണം. നീ ഫറവോനോട് സംസാരിക്കണം. ഹേ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നേ, നീ ഫറവോനോട് സംസാരിക്കണം. എനിക്ക് പറ്റത്തില്ല കർത്താവേ, നീ ഫറവോനോട് സംസാരിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നിങ്ങൾ ചിലരുടെ മുമ്പിൽ, ഞാൻ പറയുന്ന മാനുഷികമായിട്ടല്ല, അല്ലെങ്കിൽ മനുഷ്യരോടൊന്നല്ല, നിങ്ങൾ ചില ഇരുട്ടിന്റെ ശക്തികളുടെ മുമ്പിൽ, അതൊരു മനുഷ്യ രൂപത്തിലായിരിക്കും, പഞ്ചഭുജം മടക്കി നിന്ന ഒരു സാഹചര്യമുണ്ട്. പഞ്ചഭുജം മടക്കി നിന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെ ഇവരോട് ഞാൻ മറുപടി പറയും? എങ്ങനെ ഇവരുടെ മുമ്പിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കും? എങ്ങനെ ഞാൻ ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരും? എങ്ങനെ എന്ന് ചോദിച്ചൊരു സന്ദർഭം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയാ, നീ സംസാരിക്കണം. കാര്യം എന്താണെന്നറിയാമോ? മോശ എവിടെ പോയാലും വിളിക്കാതെ കൂടെ പോകുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ! മോശ എവിടെ പോയാലും വിളിക്കാതെ കൂടെ പോകുന്ന ഒരു ദൈവം. ഞാനൊരു ദൂത് പറയാം, വെജിറ്റബിൾ മേടിക്കാൻ പോയാലും ദൈവം തമ്പുരാൻ കൂടെ വരുന്ന ഒരു ചങ്ങാത്തം ദൈവമായിട്ടുള്ളൊരു മനുഷ്യന് ഫറവോനോട് സംസാരിക്കണോ, നെബൂഖദ്നേസറിനോട് സംസാരിക്കണോ, നെബൂഖദ്നേസറിനേക്കാൾ മുകളിൽ ഇരിക്കുന്നവനോട് സംസാരിക്കണോ എന്നുള്ളത് ദൈവം തമ്പുരാൻ പറയും. ആരോട് സംസാരിക്കാനാണെങ്കിലും പുത്രത്വത്തിന്റെ ആത്മാവുള്ള ദൈവം വിളിച്ച ഒരുത്തം മതി. രോഗിയെ സൗഖ്യമാക്കണോ, ഭൂതത്തെ പുറത്താക്കണോ, ചിലതിനെ ഇടിക്കണോ, പൊളിക്കണോ, പണിയണോ, നടണോ, എന്തിനും ഒന്ന് മതി. പുത്രത്വത്തിന്റെ ആത്മാവുള്ള ഒന്ന് മതി. നിങ്ങളുടെ വീട്ടിൽ 10,000 പേരൊന്നും വേണ്ട, പുത്രത്വത്തിന്റെ ആത്മാവുള്ള താങ്കൾ ഒരൊറ്റ വ്യക്തി മതി. ഒരാമേൻ പറയാനുണ്ടോ? ഒരാമേൻ പറയാൻ സ്റ്റോക്ക് ഉണ്ടോ? ഒരൊറ്റ വ്യക്തി മതി. അതുകൊണ്ടാണ് മോശയെ കൊണ്ട് ദൈവം കേവലം ഫറവോനോട് മാത്രം സംസാരിപ്പിച്ചില്ല. മോശയെ കൊണ്ട് കേവലം ജനത്തെ കടൽ കടത്താൻ വേണ്ടി മാത്രം, മോശയെ കൊണ്ട് എന്തോരം കാര്യങ്ങളാണ് ദൈവം ചെയ്തേ. എനിക്ക് വ്യക്തമായിട്ട് അറിയാം കേട്ടോ. ഇതിനകത്ത് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വിളിച്ചതാ, ഞാൻ ഈ ശുശ്രൂഷയിൽ തന്നെ ഇങ്ങനെ അങ്ങ് മരിച്ചു പോകും, നോ മോനെ, നീ ദൈവത്തിന്റെ ആത്മാവിന്റെ കയ്യിലാണെങ്കിൽ, നിന്റെ അകത്തൊരു പുത്രത്വത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ, യോസേഫിനെ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ യോസേഫിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതാ, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. യോസേഫിനോട് കൂടെ യഹോവ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ആ യോസേഫിനെ നമ്മൾ പരിചയപ്പെടുമ്പോ സഹോദരങ്ങളാൽ നിന്ദിക്കപ്പെട്ടതും സഹോദരങ്ങളാൽ വധഭീഷണി നേരിട്ടതും സഹോദരങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടതുമാകുന്ന ഒരു മനുഷ്യനായിട്ടാ കണ്ടേ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആ മനുഷ്യനെ പിന്നെ കാണുന്നത് മിസ്രൈമിന്റെ അടിമച്ചന്തയിൽ വിൽക്കാൻ വെച്ചേക്കുന്നതാ. ആ മനുഷ്യനെ പിന്നെ കാണുന്നത് പൊത്തീഫർ മേടിച്ചോണ്ട് പോകുന്നതാ. ആ മനുഷ്യനെ പിന്നെ കാണുന്നത് ആ വീട്ടുപരിപാടികളും വീട്ടുജോലിയൊക്കെ ചെയ്ത് അവിടുത്തെ അരിയുടെ കണക്കും പച്ചക്കറിയുടെ കണക്കും, അപ്പോൾ പുള്ളിയുടെ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോയി ആ ഡ്രസ്സിന്റെ കണക്കുമൊക്കെ എഴുതി സൂക്ഷിക്കുകയും അവിടുത്തെ വേലക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാര്യസ്ഥനായിട്ടാണ്. പക്ഷെ സുഹൃത്തെ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. കേവലം സഹോദരന്മാരുടെ നിന്ദയുടെ കീഴിൽ നിന്ന്, അടിമച്ചന്തയിൽ നിന്ന്, പൊത്തിഫറിന്റെ ഭവനത്തിലെ കാര്യസ്ഥ സ്ഥാനത്ത് നിന്ന് തമ്പുരാന്റെ ആത്മാവ് അകത്തുള്ള മനുഷ്യനെ ദൈവം പിന്നത്തേതിൽ ആകർഷിച്ചത് പ്രധാനമന്ത്രിയുടെ ചെയറിലേക്ക്. ദൈവാത്മാവ് ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ ആദ്യം തമ്പുരാൻ ചെയ്യിക്കുന്നത് ഏറ്റവും താഴത്തെ പണി മുതൽ ചെയ്യിച്ചു തുടങ്ങും. ഞാൻ കയറി വന്ന ഉടനെ എനിക്ക് വലിയ കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ തമ്പുരാൻ നമ്മൾ എവിടെ എത്തിക്കുന്നതിന് മുന്നേ നമുക്കൊരു ട്രെയിനിങ് ടൈമുണ്ട്. മോശെ ഒത്തിരി ട്രെയിനിങ്. മോശെ ഫറവോന്റെ കൊട്ടാരത്തിൽ
ദീർഘവർഷങ്ങൾ ട്രെയിനിങ്ങിന് ശേഷമാണ് തന്നെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം പിന്നെ ചെറുതും വലുതുമാകുന്ന വൻ കാര്യങ്ങൾ ദൈവം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കാനുള്ളതിന്റെ കാരണം ദൈവം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഞാനൊരു ദൈവാത്മാവിൽ ഒരു ആശയം താങ്കൾക്ക് കൈമാറുകയാണ്. അവകാശങ്ങളിലേക്ക് ഒരു മനുഷ്യൻ കയറണോ, അവന്റെ കൂടെ ദൈവം വേണം, അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വേണം. അവന്റെ കൂടെ ദൈവം വേണം, അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വേണം. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പറയുന്നത്, അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഒരു ദാസ്യ അനുഭവത്തിൽ നിന്ന് ഫറവോനോട് പറഞ്ഞോടാ, എൻ്റെ ജനത്തെ നീ ഫ്രീ ആക്കണം, മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് നീ ഫ്രീ ആക്കിയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് മോശ എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് ആ ഫറവോനെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നതുപോലെ ദീർഘനാളുകളായി ചില അടിമത്തത്തിനകത്ത് കിടക്കുന്ന, ജോലി കാര്യങ്ങളിൽ, തൊഴിൽ കാര്യങ്ങളിൽ അടിമത്തത്തിൽ കിടക്കുന്ന, സാമ്പത്തിക കാര്യങ്ങളിൽ അടിമത്തത്തിൽ കിടക്കുന്ന, ശാരീരികമാകുന്ന ബലഹീനതയുടെ അടിമത്തത്തിൽ കിടക്കുന്ന, ഒരു സന്തോഷമില്ലാത്ത ഒരു അടിമത്തത്തിൽ കിടക്കുന്ന, പ്രകാശം കാണാത്ത അടിമത്തത്തിൽ കിടക്കുന്ന, ഇരുട്ടിൽ പാർക്കുന്ന, ഇരുട്ടിന്റെ നിഴലുകളിലും പാർക്കുന്ന, നുകങ്ങൾ വഹിക്കുന്ന ആ ഒരു അടിമത്തത്തിന്റെ അനുഭവത്തിൽ കിടക്കുന്ന, ഇരുട്ടിൽ കിടന്ന ജനത്തിന് ഒരു പ്രകാശം വന്നതുപോലെ ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പുത്രത്വത്തിന്റെ ആത്മാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളടുത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇന്ന് ചില ഇരുളിന്റെ നിഴലിൽ കിടക്കുന്ന, അടിമത്തത്തിനകത്ത് കിടക്കുന്ന, ആമേൻ സ്വന്തം രാജ്യത്തിൽ നിന്ന് അന്യ രാജ്യത്തിൽ പോയി ഒരു ഫറവോനി അടിമത്തത്തിൽ എന്നവണ്ണം കിടക്കുന്ന, അടയ്ക്കപ്പെട്ടതുപോലെ ആമേൻ തുറന്നു കിടക്കുന്ന അനുഭവമാണെങ്കിലും അടയ്ക്കപ്പെട്ട ഒരു അനുഭവം പോലെ കിടക്കുന്ന, ജീവിതം തന്നെ ഒരു കൈപ്പേറിയ അനുഭവത്തിൽ കിടക്കുന്ന ദൈവ പൈതലിനോട് ദൈവത്തിന്റെ ആത്മാവ് താങ്കളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുത്രത്വത്തിന്റെ ആത്മാവും ആ സ്വാതന്ത്ര്യവും വെളിപ്പെടാൻ സമയമായി. കേറി പിടിച്ചോ ഈ ദൂതിൽ. ദൈവം നിന്റെ ജീവിതത്തിനകത്ത് ഒരു മേജർ ഷിഫ്റ്റ് കൊണ്ടുവരാൻ പോകുന്നു. ഹല്ലേലൂയ! ഒരു മേജർ ഷിഫ്റ്റ് കൊണ്ടുവരാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യുകയാണ്, എല്ലാ അടിമത്തത്തിന്റെ കെട്ടും പൊട്ടട്ടെ, എല്ലാ അടിമത്തത്തിന്റെ കെട്ടും പൊട്ടട്ടെ. രണ്ടാമത്തെ വാക്യം പറയുന്നു, പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. പിതാവ് നിശ്ചയിച്ച അവധി. യഹൂദന്മാരുടെ വിശ്വാസപ്രകാരം അവർക്കെപ്പോഴും അവർ പുറമേ ഉള്ള കുറെ നിയമത്തിനകത്താണ് ദൈവം എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവർക്ക് സർക്കംസിഷൻ, പരിച്ഛേദന ഏൽക്കുന്നത്, ഭക്ഷണത്തിനകത്ത് കുറെ വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത്, ചില യാഗങ്ങൾ തുടങ്ങി ഇങ്ങനെയുള്ള കുറെ കാര്യത്തിലാണ് ദൈവവും ദൈവപ്രസാദവും രക്ഷ എന്നുമൊക്കെ ഇവർ, പാപമോചനം എന്നൊക്കെ ഇവർ വിചാരിച്ചിരുന്ന ആ ഒരു ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഒരു സുവിശേഷവും ആലോചനയും ദൂതും പൗലോസ്ലീഹ വന്ന് പറഞ്ഞപ്പോൾ കൈക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർക്കെതിരെയാണ് ശക്തമായി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിലൂടെ പൗലോസ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തുവാ ഈ പറയുന്നത്? അവർ പറയുന്നത് യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ രക്ഷ. ചുരുക്കി പറഞ്ഞാൽ എനിക്കും എന്നെ പോലെ വന്നവർക്കൊന്നും രക്ഷയില്ല. ജാതി അനുഭവത്തിൽ അന്യ ജാതിക്കാർക്ക് രക്ഷയില്ല. യഹൂദന്മാർക്ക് മാത്രം രക്ഷ കിട്ടണമെങ്കിലും ഇന്നതാണ് മാനുഷികമാകുന്ന ന്യായപ്രമാണത്തിന്റെ രീതികൾ. ഇതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിന് എതിരായിട്ട് പൗലോസ്ലീഹ ശക്തമായി സംസാരിച്ചു. നിങ്ങൾ എന്താ പറയുന്നത്? ഏത് ജാതിയിലുള്ളവരും, യവനനാണെങ്കിലും ഏത് ഭാഷക്കാരനാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവോടുകൂടെ അവനിൽ വിശ്വസിക്കുന്നതിലൂടെ പാപമോചനം എന്ന അവന്റെ രക്തത്തിൽ വിശ്വസിക്കുന്നതിലൂടെ, അവന്റെ ക്രൂശ് മരണത്തിലൂടെ പാപമോചനം എന്ന ഒരു യാഥാർത്ഥ്യം സഫലമായിരിക്കുകയാണ്. സ്വർഗം എന്ന ഒരു യാഥാർത്ഥ്യം സഫലമായിരിക്കുകയാണ്. അവനെ ന്യായപ്രമാണത്തിന് കീഴുള്ള എല്ലാ ശാപത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും ആ പുത്രൻ വിടുവിച്ചിരിക്കുകയാണ്. യഹൂദരെ, നിങ്ങളത് മനസ്സിലാക്കൂ എന്ന് പൗലോസ് അതിശക്തമായി പറയുകയാണ്. പക്ഷെ അപ്പോഴും അവരുടെ മൈൻഡ് ദാസ്യത്വത്തിന്, ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും, സ്ത്രീയിൽ നിന്ന് ജനിച്ച സന്തതി സർപ്പത്തിന്റെ തല തകർക്കും.
ആ പ്രവചനമാണ് ഇവിടെ നിവൃത്തിയായിരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവാണ് ആ സ്ത്രീയിൽ നിന്ന് ജനിച്ച സന്തതി. സർപ്പം സാത്താനും അവന്റെ തന്ത്രങ്ങളുമാണ്, ആ ശാപമാണ്. ഞാനും നിങ്ങളും ഇത്ര ധൈര്യത്തോടെ നിൽക്കുന്നതും ദുഷ്ടന്റെ ഒരു തീയമ്പുകളും നമ്മുടെ മേൽ പതിക്കാതെ വണ്ണം അതിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്നതും അതിനെ ദൈവത്തിന്റെ റഡാർ സംവിധാനം ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കി കളയാൻ കഴിയുന്നതും ഈ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ഞാൻ പ്രിയപ്പെട്ടവരോട് പറയാണ്, ഈ ആത്മാവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നു ഈ ആത്മാവിനകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്? ആമേൻ. എത്ര പേർക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും, ഞാൻ ഇങ്ങനെ ഒരു ആത്മാവിലാണ് ജീവിക്കുന്നതെന്ന്, ഞാൻ ഈ ആത്മാവിലാണ് ഞാൻ പുത്രത്വത്തിന്റെ ആത്മാവിലാണ് ജീവിക്കുന്നതെന്ന് എത്ര പേർക്കൊന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും? എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. പിതാവ് നിശ്ചയിച്ച അവധിയോളം, ഞാനൊരു ദൂത് പറയാ. ബൈബിൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവ് നിശ്ചയിച്ച അവധിയോളം. ഒരിക്കൽ യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞു, പിതാവ് ഒരുക്കിയത് എൻ്റെ അടുക്കൽ, പിതാവ് നിനക്കായി ഒരുക്കിയത് നിന്റെ അടുക്കൽ വരും. യോഹന്നാന്റെ സുവിശേഷം. അപ്പൊ ഒരുക്കുന്നതും ചമയ്ക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും ഇച്ഛിക്കുന്നതും അതാരുടെ കയ്യിൽ എത്തണം, എപ്പോ എത്തണം, എങ്ങനെ എത്തണം, ആരിലൂടെ എത്തണം എന്ന് തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ഹല്ലേലൂയ. എന്ന് തീരുമാനിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അങ്ങനെ ഒരു ചേംബറുണ്ട്. ഞാനിത് പറയുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം മോനെ. ഒരു വശത്ത് ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി വലിയ പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് ദുഷ്ടശക്തികൾ എങ്ങനെ ഇവനെ ദൈവിക പദ്ധതിയിൽ നിന്ന് വീഴ്ത്താം, ഇവൻ്റെ അകത്തിരിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഇവനെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം, അവൻ്റെ അകത്തിരിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എങ്ങനെ ഇറക്കി വിട്ടിട്ട് ഇവനെ ഒരു ജഡിക മനുഷ്യനാക്കാം, ഒരു പ്രാകൃത മനുഷ്യനാക്കാം, ഒരു രോഗിയാക്കാം, ഒരു ശാപഗ്രസ്തനാക്കാം. ഇതെല്ലാം അവൻ അവിടെ ഇരുന്ന് ഒരു 200 പേജ് നോട്ട്ബുക്ക് എടുത്തിരുന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ റഡാർ സംവിധാനം ഉപയോഗിച്ച് ദൈവത്തിന്റെ റഡാർ സംവിധാനം ഉപയോഗിച്ച് അവന്റെ അരമനയ്ക്കകത്തിരുന്ന് പറയുന്നത് പുരമുകളിൽ ഘോഷിക്കുമെന്ന് തിരുവെഴുത്തിൽ പറയുന്നത് പോലെ അവന്റെ ബെഡ്റൂമിനകത്തിരുന്ന് സാത്താനും അവന്റെ മക്കളും എല്ലാവരും കൂടെ ഇരുന്ന് എഴുതി തയ്യാറാക്കുമ്പോൾ തമ്പുരാന്റെ ചേംബറിൽ ദൈവം മറ്റൊരു കാര്യം തയ്യാറാക്കും. ആർക്കെതിരെയാണോ ശത്രു ദുഷ്ടവിധി എഴുതിയത് അവൻ എഴുതുന്ന നോട്ട്ബുക്കും അവന്റെ ചീട്ടും കീറത്തക്ക വണ്ണമുള്ള അഭിഷേകം എത്ര അളവിൽ എന്റെ മകന്റെ മേൽ പകരണമെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. നിങ്ങൾക്കെതിരായി ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു ദൈവ മനുഷ്യനുമെതിരായി, ആർക്കെതിരായി ശത്രു ഗൂഢാലോചന കഴിച്ചോ, ആർക്കെതിരായി ശത്രു രേഖകൾ എഴുതിയോ, ആർക്കെതിരായി ശത്രു പദ്ധതി ഒരുക്കിയോ, അതിന്റെ ചീട്ട് കീറുന്ന ഒരു സ്വർഗീയ അഭിഷേകം ഇത് ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോ ദൈവം പുത്രത്വത്തിന്റെ ആത്മാവ് വഹിക്കുന്നവന്റെ മേൽ പകരട്ടെ. അവന്റെ ചീട്ട് കീറുന്ന ഒരു ജനറേഷൻ, സാത്താന്റെ ചീട്ട് കീറുന്ന ഒരു ജനറേഷൻ, അവന്റെ എല്ലാ പദ്ധതികളെയും തിരിച്ചറിയുന്ന ചില ചീട്ടുകൾ കീറുക. പിശാച് ആരെയൊക്കെയോ എഴുതി ലേബൽ ഒട്ടിച്ച സാത്താനിക ലേബലുകൾ ക്യാൻസൽ ആകട്ടെ. എല്ലാ ദുഷ്ടവിധി ക്യാൻസൽ ആകട്ടെ. തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന എല്ലാ ശാപവാക്കുകൾ, ഇരുടിന്റെ സകല ആരോപണങ്ങൾ യേശുവിന്റെ നാമത്തിൽ അസാധാരണമാകുന്നൊരു ദൈവമഹത്വം ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യെസ്, ശത്രു നീ രോഗിയാകണമെന്ന് പറഞ്ഞോ, ആമേൻ, നീ രോഗിയാകുമെന്ന് ശത്രു വിധിച്ചോ, യേശുവിന്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തു.
നീ ഇത്ര വയസ്സ് വരെ നീ ജീവിക്കത്തുള്ളൂ. നിന്റെ അമ്മ ഇത്ര വയസ്സ് വരെ ജീവിച്ചുള്ളൂ, നിന്റെ അച്ഛൻ ഇത്ര വയസ്സ് വരെ ജീവിച്ചുള്ളൂ, നിന്റെ അമ്മയ്ക്ക് ഇത്ര വയസ്സായപ്പോ ഇന്ന അസുഖം വന്നു, നിന്റെ അച്ഛൻ ഇത്ര വയസ്സായപ്പോ ഇന്ന അസുഖം വന്നു, അവരിങ്ങനെ പോയപ്പോ ഇങ്ങനെയാ മരിച്ചേ. കമാൻ, എല്ലാ ട്രഡീഷണൽ കേഴ്സുകളും, എല്ലാ പാരമ്പര്യ ശക്തികളുടെ തുടർച്ചകളും, എല്ലാ പാരമ്പര്യ രോഗങ്ങളും ഞാൻ വഹിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ബ്രേക്ക് ചെയ്യുന്നു. എവിടെയൊക്കെ അസാധാരണ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കുകയാണ്. ദൈവത്തെ അറിഞ്ഞത് മുതൽ ആ ബ്ലഡ് ലൈനിൽ നിന്ന് വന്ന സകല കേഴ്സും കട്ടായി. ദൈവത്തെ ഞാൻ അറിഞ്ഞത് മുതൽ ആ ബ്ലഡ് ലൈനിൽ നിന്ന് വന്ന സകല കേഴ്സ്, എന്റെ DNA തന്നെ ചേഞ്ച് ആയെന്ന്. മനസ്സിലായോ? എത്ര പേർ ടൈപ്പ് ചെയ്യും? എന്റെ DNA ചേഞ്ച് ആയി, എന്റെ DNA ചേഞ്ച് ആയി, എന്റെ DNA ചേഞ്ച് ആയി. ഈ ഭൂമിയിൽ എന്റെ അപ്പനും അമ്മയ്ക്കും ഒന്നും ഒരു മാറ്റവും ഇല്ല. എന്റെ അമ്മ തന്നെ എന്റെ അമ്മ, എന്റെ അപ്പൻ തന്നെ എന്റെ അപ്പൻ. പക്ഷെ ഞാൻ പറയുന്ന അപ്പൻ ആത്മാവിന്റെ അപ്പന, ആത്മാവിന്റെ കർത്താവ്. അവിടെയാണ് എന്റെ റിയൽ ഐഡന്റിറ്റി. ആ റിയൽ ഐഡന്റിറ്റി ഞാൻ ക്യാരി ചെയ്യുന്നിടത്തോളം കാലം ഒരു പാരമ്പര്യ രോഗം എന്നെ തൊടത്തില്ല, ഒരു പാരമ്പര്യ ശാപം എന്നെ തൊടത്തില്ല. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞങ്ങൾ ആ ഒരു ദൈവ സാന്നിധ്യത്തിനകത്താകുന്നത് കൊണ്ട് ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളെ തൊടത്തില്ല. ഒരു പാരമ്പര്യ രോഗം എന്നെ ഫോളോ ചെയ്യത്തില്ല, പാരമ്പര്യ ശക്തി എന്നെ ഫോളോ ചെയ്യത്തില്ല. കാരണം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. എത്ര പേർക്ക് പറയാൻ പറ്റും അത്? ആമേൻ. എത്ര പേർക്ക് പറയാൻ പറ്റും? എത്ര പേർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും? വൈ പാസ്റ്റർ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ അവകാശിയായതുകൊണ്ട്. മനസ്സിലായോ എന്തിനാ തുടക്കത്തിൽ വിരൽ വെപ്പിച്ചെന്ന് മനസ്സിലായോ? ആ പദത്തിന്റെ പുറത്ത് എന്തിനാ വിരൽ വെപ്പിച്ചെന്ന് മനസ്സിലായോ? ഞാൻ അവകാശിയാണ്. നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? ഇങ്ങനെയാ ജീവിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? The power of Holy Spirit. ഇങ്ങനെയാ ജീവിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയാ, ഞങ്ങൾ ഇങ്ങനെയാ ജീവിക്കുന്നത്. Power of Holy Spirit. എങ്ങനെ ഇത് പറയാൻ പറ്റുന്നു മിസ്റ്റർ ദീപു? Through the power of Holy Spirit. Through the power of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി അതെന്റെ അവകാശം. പരിശുദ്ധാത്മാവിന്റെ ശക്തി അതെന്റെ അവകാശം. ദൈവിക ജീവൻ അതെന്റെ അവകാശം. Come on. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില രോഗങ്ങൾ മാറുവാണ്. ടെസ്റ്റിമണി ഇടണം. ഇതിനകത്ത് പ്രയർ ലൈൻ നമ്പർ ഉണ്ട്. ടെസ്റ്റിമണി ഇടണം. സൗഖ്യം സ്വീകരിക്കുക. എല്ലാ രോഗങ്ങളും മാറിക്കൊണ്ടിരിക്കുക. എല്ലാ തിന്മയുടെ ശക്തി എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എടുക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവാ. ആ ക്രിയ അതവിടെ നടക്കും. ആമേൻ. ടേക്ക് ഇറ്റ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഭൂതങ്ങളെ പുറത്താക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, രോഗികളെ സൗഖ്യമാകും. മരണപരമായി യാതൊന്നും കുടിച്ചാലും ഒരു ഹാനിയും വരത്തില്ല. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ടേക്ക് യുവർ ഡെലിവറൻസ്, ടേക്ക് യുവർ ഹീലിംഗ്സ്. ഞാൻ ഇവിടെ യേശുവിന്റെ അത് ഡിക്ലെയർ ചെയ്യാണ്. കൈവേദനയാണോ, കാലുകഴപ്പാണോ, മുട്ടുവേദനയാണോ, എല്ല് തേയ്മാനമാണോ, ആർത്രൈറ്റിസ് ആണോ, ട്യൂമർ ആണോ, ക്യാൻസർ ആണോ, ടേക്ക് യുവർ ഡെലിവറൻസ് through the power of Holy Ghost. I am commanding this in the mighty name of Jesus. The heavenly power is moving here. The same power is over to you. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക സുഹൃത്തേ, സ്വീകരിക്കുക സഹോദരി. ഒരു മഹത്വത്തിന്റെ സൗഖ്യം അവിടെ വ്യാപരിക്കുക. ടെസ്റ്റിമണീസ് വരും, എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആമേൻ. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാ അഡ്രസ്സും. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സ്ആപ്പ് നമ്പർ. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സകലതും. നിങ്ങൾക്ക് അവിടെ നോക്കി നമ്പർ എടുത്ത് നിങ്ങൾക്ക് ടെസ്റ്റിമണി വാട്സ്ആപ്പ് ചെയ്യാം. ടെസ്റ്റിമണീസ് വരും. കാരണം ഇതിനകത്തുനിന്ന് ദൈവം പുറത്തെടുക്കുന്നത് ദാസ്യത്വത്തിന്റെ കെട്ടുകൾ അഴിച്ച പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. രോഗത്തിന് ദാസനായിരിക്കുകയാണോ? പാപത്തിന് ദാസനായിരിക്കുകയാണോ? നോ. കെട്ടഴിഞ്ഞവനായി സ്വാതന്ത്ര്യം പ്രാപിച്ചൊരു മനുഷ്യനായി യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ഞാൻ ആത്മാവിൽ ചിലരെ കാണുകയാണ്. എഴുന്നേക്കാൻ ഒരു സഹായി വേണ്ട ഒരു വ്യക്തി, ഒന്നിലധികം വ്യക്തികൾ ഇതിനകത്തിരിപ്പുണ്ട്. അമ്മമ്മേ, അത് മോനെ എനിക്ക് ഭയങ്കര വണ്ണമാടാ, എനിക്ക് 65 വയസ്സ് കഴിഞ്ഞടാ, 70 വയസ്സാടാ അമ്മാമ്മയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മാമേ, ഞാൻ നിങ്ങളെ ഒരു 7 വയസ്സുകാരി ചാടി എഴുന്നേക്കുന്നത് പോലെ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ പരസഹായമില്ലാതെ യേശുവിന്റെ നാമം പറഞ്ഞ് കാലുകുത്തി എഴുന്നേൽക്ക്. കർത്താവ് പറയുന്നു മേജർ ഹീലിംഗ് ഇതിനകത്ത് നടക്കുന്നു. എന്റെ ഉള്ളിൽ ദൈവാത്മാവ് ബോധ്യം തരുന്നു. മേജർ ഹീലിംഗ് നടക്കുന്നു. ബ്രദർ,
എനിക്കൊരു വസ്തു കയ്യിലെടുത്താൽ അത് ഇരിക്കുന്നില്ല, അത് ഇങ്ങനെ അങ്ങ് വീണു പോവാ. ഓ മൈ ഗാഡ് ബ്രദർ, എനിക്കൊരു വസ്തു കയ്യിൽ ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, അത് എടുത്താലേ ഇങ്ങനെ വീണു പോകുന്നവരെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ a neuro problem right now in the Shakti Kudatafara Soto Eroita power in the name of be healed right now. പരിശുദ്ധാത്മാവ് അസാധാരണമാകുന്ന ന്യൂറോയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് പരിശുദ്ധാത്മാവ് ഹീൽ ചെയ്യുന്നു. സ്പൈനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഹോളി സ്പിരിറ്റ് ഹീൽ ചെയ്യുന്നു റൈറ്റ് നൗ. ഇതൊരു പബ്ലിക് മീറ്റിംഗ് ആയിരുന്നെങ്കിൽ എനിക്ക് പൊക്കി നിർത്തായിരുന്നു. ആരെയാ കർത്താവ് തൊട്ടേന്ന് എനിക്ക് അറിയാം, ഭയങ്കര വെമ്പലുണ്ട്. പക്ഷെ ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആണെങ്കിലും ഇതൊരു പബ്ലിക് മീറ്റിംഗ് പോലെ തന്നെ. ടേക്ക് യുവർ ഹീലിംഗ് റൈറ്റ് നൗ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുന്നു, ഒന്ന് എടുക്കാൻ മേലാത്ത കൈക്ക് ബലഹീനമായ ഒരു അവസ്ഥ, കൈക്ക് വിറയലുള്ള അവസ്ഥ, ആ പാരമ്പര്യത്തിന്റെ സകല ബന്ധനവും യേശുവിന്റെ നാമത്തിൽ ഈ സെക്കൻഡിൽ അഴിയുകയാണ്. വിശ്വസിച്ചാമേൻ പറഞ്ഞ് കൈ ഉയർത്താൻ. ഇത് സംഭവിക്കുന്നത് ഇതിനാലാ. ഇവിടെ ഒരു ദീപ പാസ്റ്റർ ഒന്നും അല്ല, ഇവിടെ സംഭവിക്കുന്നത് ഇതിനാലാ. ഓ എന്റെ സമയം കഴിഞ്ഞു എങ്കിലും ഈ ഡെലിവറൻസ് ഇതിനകത്ത് നടക്കുക. ഞാൻ ആക്ച്വലി ഹീലിംഗ് മിനിസ്ട്രിക്ക് അല്ല ഇവിടെ നിന്നത്, പക്ഷെ കർത്താവ് പറയുന്നു മേജർ ഹീലിംഗ്സ് നടക്കുന്നു. മേജർ ഹീലിംഗ്, ഇതിനകത്ത് തലവേദന ഉണ്ടാവും, ഇതിനകത്ത് അകാരണമായി നീര് വന്നവരുണ്ടാവും, ഇതിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നവരുണ്ടാകും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് കർത്താവ് ഹീൽ ചെയ്യാണ്. വിശ്വസിക്കുക, ഇതെല്ലാം ഒരുമിച്ച് കർത്താവ് ഹീൽ ചെയ്യാണ്. ആമേൻ. ഇപ്പോൾ തന്നെ കർത്താവേ ആ സൗഖ്യം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയാ. പറയാ യേശുവിന്റെ നാമത്തിൽ. എന്റെ മെസ്സേജ് സത്യം പറഞ്ഞാൽ തീർന്നില്ല, രണ്ടാമത്തെ വാക്യത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. ബൈബിൾ പറയുന്നു, പിതാവ് നിശ്ചയിച്ച അവധിയോളം. അവധി കഴിയുക കേട്ടോ. ചിലതിൻ്റെയൊക്കെ കാലതാമസേ അങ്ങ് മാറുവാന്ന്, ചിലതൊക്കെ ബ്ലോക്കായി നിൽക്കുന്ന അവസ്ഥയില്ലേ മാറുവാന്ന്, ചിലതൊക്കെ കൈകളിലേക്ക് വരാത്ത ആത്മാവിൽ പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ദൈവ സാന്നിധ്യത്തെ കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവ സാന്നിധ്യം നഷ്ടമാകരുത്. എല്ലാം receive. എനിക്കറിയാം ചില തിന്മയുടെ ശക്തികൾ ഇളകി മാറുന്നുണ്ട്, ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ ഇളകുന്നുണ്ട്, പൈശാചിക ശക്തികൾ ഇളകുന്നുണ്ട്, അന്ധകാരത്തിന്റെ ശക്തികൾ ഇളകുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന് വിടുകയിലാന്ന്, നന്മ തുറന്നു തരികയിലാന്ന്, നിനക്കെതിരെ കുറിച്ചു വെച്ച സകല ദുഷ്ടന്റെ ദുർവിധികളും സാധ്യമാകുമെന്ന്, അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ചെയ്യുമെന്ന് വാദിച്ചു നിൽക്കുന്ന സകല ഇരുട്ടിന്റെ ശക്തികളും ഈ ദേശത്ത് നിന്ന് യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കളയുന്നു. Come on. Ho rigadadaga the chandadaga madhudadaga the shyness. Labadadaga the jagalkamanagaga. വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ, എല്ലാ ഡ്രൈനസ്സും മാറട്ടെ, എല്ലാ വൈൽഡ്നസ്സും മാറട്ടെ, മരുഭൂമിയുടെ അനുഭവം മാറട്ടെ, നീരുറവകൾ തുറക്കട്ടെ. നീ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ആ വചനം സ്വീകരിക്കുന്നു. എല്ലാ ഡ്രൈനസ്സും നനവ് തട്ടുകയാ. ഫറവോന്റെ അടിമത്തം പൊട്ടുക. നിന്നെ പ്രാപ്തനാക്കി എഴുന്നേൽപ്പിക്കാൻ പോവുക. നിന്നെ സ്വന്തം പ്രാപ്തിയുള്ളവനാക്കാൻ പോവുക കർത്താവ്. നിന്നെ ദൈവത്തിനായി ഉപയോഗിക്കാൻ പോവുക. അടിമബന്ധനം പൊട്ടിയാൽ സംഭവിക്കും, ദാസ്യത്വത്തിന്റെ ബന്ധനം പൊട്ടിയാൽ സംഭവിക്കും. മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നു. അവൻ ഈ ഭൂമിയിൽ വന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമാകുന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇനി ഞാൻ ശാപത്തിന്റെ കീഴിലല്ല, ഇനി ഞാൻ രോഗത്തിന്റെ കീഴിലല്ല, ഇനി ഞാൻ ബന്ധനത്തിന്റെ കീഴിലല്ല, ഇനി ഞാൻ സാത്താനിയ കമാൻഡിന്റെ കീഴിലല്ല. എന്റെ കമാൻഡോ ക്രിസ്തുവാണ്, യേശുവാണ്.
യേശുവാണ്, 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 യേശുവാണ്. ഹോ രാമ ശന്ദലേ ബേഖമായബ. ഹോ ജീസസ്. റിമനഗ ശംദരബദർഗ വൈഡഗഡഗ ധൂബലബദ ജഗോധി വൈഡേശം ദേരിയ. Come on, come on. സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ, സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. എനിക്ക് നന്നായിട്ട് അറിയാം ഇതിനകത്ത് ഭയങ്കര ദൈവത്തിന്റെ മഹത്വം ഉണ്ട്. ദൈവത്തിന്റെ തീകത്വ ഇതിനകത്ത്, ദൈവത്തിന്റെ തീകത്വ ഇതിനകത്ത്. ഹീലിങ്സ് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉടമനമ ശബ്ദനെ വഴിയും വാതിലുകളും തുറക്കും കേട്ടോ. എല്ലാ നന്മകളും തുറന്നു വരും. വിഷമിക്കരുത്, വിശ്വസിക്കുക. ഒരു പുതിയ ദൈവ മഹത്വം ഇതിനകത്തുണ്ട് കേട്ടോ. ഒരു ഭയങ്കര ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് ചലിക്കുന്നു. ചിലരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ, അടിമത്തത്തിന്റെ കെട്ടും ബന്ധനവും തകർക്കാൻ, സാത്താനിക ഇരുട്ടുകളെ ഉടച്ചു മാറ്റാൻ, പൈശാചിക വിധികളെ തകർക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട് കേട്ടോ. ഉണ്ട്. എല്ലാ പാരമ്പര്യ ശാപങ്ങളും തകരട്ടെ പുത്രനാം യേശുവിന്റെ നാമത്തിൽ. എല്ലാ അന്ധകാര വിധികളും തകരട്ടെ പുത്രനാം യേശുവിന്റെ നാമത്തിൽ. എല്ലാ സാത്താനീയ ഗൂഢാലോചനകൾ തകരട്ടെ യേശുവിന്റെ നാമത്തിൽ. മുന്നേറാൻ അനുവദിക്കത്തില്ലെന്ന്, വിജയിക്കാൻ അനുവദിക്കത്തില്ലെന്ന്, പ്രയോജനപ്പെടാൻ അനുവദിക്കത്തില്ലെന്ന്, ആത്മീയ ഊർജം നഷ്ടമാക്കുമെന്ന് വാതുകെട്ടുന്ന സകല ഇരുട്ടിന്റെ തേർവാഴ്ചകൾ യേശുവിന്റെ നാമത്തിൽ, ഓ പുത്രനാം യേശുവിന്റെ നാമത്തിൽ അതിനെ തകർത്ത് ഞങ്ങളുമായിട്ടുള്ള അതിന്റെ എല്ലാ അവകാശവും കണക്ഷനും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ വിച്ഛേദിക്കുന്നു. ദാ പൊട്ടുന്നു, ചിലത് തകരുന്നു, തകരുന്നു, തകരുന്നു. ഇത് വിടുതലിന്റെ ദിനം, ഇത് മേജർ ഷിഫ്റ്റിന്റെ ദിനം. ഒരാത്മമണ്ഡലം ഇതിനകത്ത് തുറന്ന് വിശാലതയിൽ വരുന്നു. സഹകരിക്കുക, ദൈവവുമായി സഹകരിക്കുക, ദൈവവുമായി സഹകരിക്കുക. ഇത് കുറെ നാളായി പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല എന്നൊക്കെ ഉള്ള മുൻവിധികൾ മാറ്റ, ദൈവവുമായി സഹകരിക്കുക. ഒരു പുതിയ തീരുമാനത്തിലെത്ത്. ഞാൻ എൻ്റെ അപ്പനായി ജീവിക്കും. ഹേമേൻ ഹേമേൻ ആമേൻ. ശദ്രക് മേശക് അബേദ്നെഗോ എന്താ പറഞ്ഞേ? ഈ രാജാവേ, ആമേൻ ആമേൻ, ഞങ്ങളുടെ ദൈവം ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാൽ ഇല്ലെങ്കിലും ഹേ, ഞങ്ങൾ നിന്നെ സേവിക്കത്തില്ല, നീ ഉണ്ടാക്കിയ വിഗ്രഹത്തെ സേവിക്കത്തില്ല, നിന്റെ വാക്കിന് ദാസന്മാരാകാൻ യജമാനനായിരിക്കുന്നിടത്തോളം കാലം നടപ്പില്ല രാജാവേ എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് ഒന്ന് കയറി വാ. ഓ ജീസസ്. റിമനഗ ശംദേരി അർത്ഥനരികൾ കമോറിയ വൈഡൽ ശംദേരി അന്ധന ബബബബ. എല്ലാ വഴികളും തുറന്നു തുടങ്ങുകയാ. എല്ലാ ഞെരുങ്ങിയിരിക്കുന്ന അനുഭവങ്ങൾ മാറുന്നു, എല്ലാ ബ്ലോക്കുകൾ മാറുന്നു. യേശുവിൻ നാമത്തിൽ എല്ലാ ഫൈനാൻഷ്യൽ ബ്ലോക്കുകളെ ക്രഷ് ചെയ്ത് തുറക്കുന്നു. ഹേ ലബോട്ടോ സതായ ബകായ. വിശുദ്ധനേ, ദൈവത്തിനായി, 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 ദൈവത്തിനായി റിമനമ ശബ്ദനെ ഒരു അവകാശിയായി കയറുക, അവകാശിയായി കയറുക, അവകാശിയായി കയറുക. എല്ലാ ദാസ്യത്വത്തിന്റെ ബന്ധനം അഴിയട്ടെ. എല്ലാ ഉയരത്തിൽ എന്ന് പറഞ്ഞ വാക്കുകൾ തകരട്ടെ. അനുഭവിക്കും എന്ന് പറഞ്ഞ വാക്കുകൾ, ഇതൊക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞ ശാപ വാക്കുകൾ, ദൈവാത്മാവിൽ നിന്നല്ലാതെ വന്ന വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഞങ്ങളിനി ശാപത്തിന്റെ കീഴിലല്ല, രോഗത്തിന്റെ കീഴിലല്ല, യേശുവിന്റെ നാമത്തിലുള്ള ഹെവൻലി പ്രൊവിഷന്റെ കീഴിലാണ് ഞങ്ങൾ. സൗഖ്യം ഞങ്ങളുടെ അവകാശം, സമ്പത്ത് ഞങ്ങളുടെ അവകാശം, നല്ല ബന്ധങ്ങൾ ഞങ്ങളുടെ അവകാശം, ദൈവ സാന്നിധ്യം ഞങ്ങളുടെ അവകാശം, രക്ഷ ഞങ്ങളുടെ അവകാശം.
സ്വർഗം ഞങ്ങളുടെ അവകാശം. അതിനെ തടയുവാൻ ഒരിരുട്ടിന്റെ വാഴ്ചയ്ക്കോ അധികാരത്തിനോ കഴിയത്തില്ല. ഞങ്ങളത് പ്രഖ്യാപിക്കുകയാണ്. എല്ലാം ദാനം കർത്താവേ. പരിശുദ്ധനായുള്ളവേ, 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 ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് പകർന്നു തന്ന ഈ നല്ല ദൈവ സാന്നിധ്യത്തിനായി, ശക്തിക്കായി സ്തോത്രം. ഞങ്ങൾ അനുഭവിച്ച ഡിവൈൻ ഹീലിങ്ങിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തവരിൽ സൗഖ്യമായവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അതേ ദൈവമേ, രക്ഷിക്കപ്പെട്ടവർ സന്തോഷത്തോടെ തുള്ളിച്ചാടിയതുപോലെ, ബന്ധനമഴിഞ്ഞ് സ്വതന്ത്രമായവർ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചതുപോലെ, സാക്ഷ്യപ്പെടുത്തിയതുപോലെ, ഈ മീറ്റിങ്ങിൽ ഇന്നായിരിക്കുന്ന ഓരോ ജനവും ദൈവത്തെ മഹത്വീകരിക്കാൻ തക്കവണ്ണം അനുഭവങ്ങൾ ഉണ്ടായതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വർധനവ് ഞങ്ങളുടെ മേലിനിയും തുറക്കണം. ഇതിനെ കവർന്നെടുക്കാൻ ഒരു കള്ളനോ ദുഷ്ടനോ അന്ധകാരത്തിൻ്റെ ഒരു പ്രഭുത്വ ശക്തിക്കോ അവകാശമില്ല എന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ തീ ഇറങ്ങി നിന്നതിനായി സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തെ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കണമേ. ഇവരുടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ ശക്തിയും സാധ്യതയും തുറന്നു വരട്ടെ. എല്ലാ ശാപങ്ങൾ ഞങ്ങളെ വിട്ട് മാറിയതിന്, രോഗങ്ങൾ ഞങ്ങളെ വിട്ട് മാറിയതിന്, പരാജയം ഞങ്ങളെ വിട്ട് മാറിയതിന് നന്ദി പറയുന്നു. അതന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ചേർന്ന് പറയാം. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങൾ അനുഭവിച്ച സൗഖ്യങ്ങളെല്ലാം ഞങ്ങളുടെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തി അയക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ മീറ്റിങ്ങിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ, ഇൻഫർമേഷൻസ് ഒക്കെ വാട്സാപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സ്പെഷ്യൽ മീറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്കത് അറിയുന്നതിനും ജോയിൻ ചെയ്യുന്നതിനും സഹായകമാകും. ഞങ്ങളുടെ എല്ലാ സന്ദേശങ്ങളും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇതുവരെ മറ്റുള്ളവർക്ക് ഞങ്ങളുടെ മീറ്റിംഗ്സ് ഒന്നും അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അയച്ചു കൊടുക്കണം. ഇനി മുതൽ അയച്ചു കൊടുക്കണം. മറ്റുള്ളവരെ ഈ ശുശ്രൂഷകളിലേക്ക് പ്രിയപ്പെട്ടവർ കൂട്ടിക്കൊണ്ടുവരണം. ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, ഓൺലൈൻ മിനിസ്ട്രിയാണ്. റെഗുലറായി നടക്കുന്ന, എല്ലാ ദിവസവും കാലത്തെ 6:30 വൈകുന്നേരം 6:30 നടന്നുകൊണ്ടിരിക്കുന്ന ഒരു റെഗുലർ മീറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഒത്തിരി ബ്ലെസ്സഡ് ആയിട്ടുള്ള സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പ്രിപ്പയർ ചെയ്യപ്പെട്ടിട്ട് ദൈവം ഇതിനകത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർത്താട്ടെ. ഓർക്കുന്നതിൽ വളരെ സന്തോഷം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സന്ദേശം കർത്താവ് നമ്മുടെ മുമ്പിൽ അയക്കുന്നത് വരെ പ്രാർത്ഥനയിൽ തമ്മിൽ ഓർക്കാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.